നമ്മുടെ കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാർ ഒരു ധനകാര്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് കുത്തി നിറച്ചത്. ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിനു വേണ്ടി വസ്തുതകളുടെ ധവളപത്രം എന്ന ഇത്തരമൊരു പ്രസിദ്ധീകരണം തയ്യാറാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റുണ്ട്. ആ ബജറ്റിനെ പറ്റിയുള്ള ഹ്രസ്വമായൊരു അവലോകനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിതിവിവരക്കണക്കുകൾ വിശദമായി പ്രതിപാദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ വിശദമായി തന്നെ ഈ തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രത്തിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുമുണ്ട്. പ്രധാനമായും 5 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, നമ്മുടെ പൊതുമണ്ഡലത്തിലാകെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അസത്യമുണ്ട്. അത് 10 വർഷം LDF നാട്ടിൽ ഭരണം നടത്തിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആകെ ബാധ്യതകൾ അനിയന്ത്രിതമായി ഉയർന്നു എന്നതാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വസ്തുതാവിരുദ്ധമായ കാര്യം. ഇവിടെയാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചാൽ ഈ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, 10 വർഷത്തെ LDF ഭരണകാലത്തിന് മുൻപ് 2011-16 UDF ആയിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത്. ആ കാലയളവിൽ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത 1.93 മടങ്ങാണ് വർദ്ധിച്ചത്. ഇത് 2011-16 കാലത്തെ കണക്ക്. എന്നാൽ 2016-21 കാലയളവിൽ LDF ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 5 വർഷക്കാലം, ആ ഘട്ടത്തിൽ ഈ കടബാധ്യത 1.93 മടങ്ങ് അതിൽ നിന്ന് കൂടുകയല്ല ചെയ്തത്.